പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു സാബത്ത് ദിനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നോമ്പിന്റെ അവസാനത്തെ ഞായറാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 1:14. അവിടെ വചനം പറയാണ്, ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ഒക്കെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് യേശുവിനോട് കൂടെ ആയിരിക്കുക എന്നതാണ്. ഞാൻ ഈ നോമ്പില് ഒരു സഹോദരനോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. എന്താ വെച്ചാൽ, കഴിഞ്ഞ അദ്ദേഹത്തിന് ഏതാണ്ട് 50 വയസ്സാവാറായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ 48-49 വർഷക്കാലം നോമ്പെടുത്തിരുന്നു, അല്ലെങ്കിൽ ബലി അർപ്പിച്ചിരുന്നു, പരിത്യാഗം എടുത്തിരുന്നു. പക്ഷെ ഞാൻ ഈ നോമ്പിൽ എല്ലാ ദിവസവും തന്നെ ഏതാണ്ട് 2 മണിക്കൂർ സമയം ദിവികാരുണ്യമുള്ള ഒരു പള്ളിയിൽ സ്വസ്ഥമായിട്ട് കുർബാനയ്ക്ക് ശേഷം ഒരു 2 മണിക്കൂർ, അത് രാവിലെയോ വൈകിട്ടൊക്കെ ആയിട്ട് 2 മണിക്കൂർ സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ എന്തെന്നില്ലാത്ത ആനന്ദം. ആ ഒരു പേഴ്സണൽ പ്രയർ എന്നാണ് അതിനൊക്കെ പറയുക. ശരിക്കും പറഞ്ഞ് ആ വ്യക്തിപരമായ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ എൻ്റെ കുടുംബ പ്രാർത്ഥന എനിക്ക് കുറേ കൂടി അനുഭവവേദ്യമായി. എൻ്റെ ബലിയർപ്പണം എനിക്ക് കുറേ കൂടി ആനന്ദദായകമായി. ഓരോ തലേ ദിവസവും പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഈശോയെ സ്വീകരിക്കാനായിട്ടുള്ള ആഴമായ ദാഹവും ഒരുക്കുമൊക്കെ എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി. അദ്ദേഹം പറയുന്നത്, ഈ പേഴ്സണൽ പ്രയറിന് ഇത്രമാത്രം ശക്തിയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇനി നമുക്ക് കുറച്ച് ദിവസമാണല്ലേ വരുന്ന വ്യാഴാഴ്ച, അതായത് ബുധനാഴ്ച വൈകിട്ട് പാതിരാ കുർബാനയാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു പ്രാർത്ഥന, പേഴ്സണൽ പ്രയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലൂടെ നമുക്ക് യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ അടുപ്പം നമുക്കില്ലാത്തതാണ് നമ്മുടെ എല്ലാ ദുരിതങ്ങളുടെയും ഒന്നാമത്തെ കാരണം. എത്ര വർഷങ്ങളായി നമ്മൾ ഈശോയുടെ ബലി അർപ്പിക്കുന്നു, പക്ഷേ ഈശോയുടെ ബലി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ഒരുപാട് പേരുടെ നമ്മുടെ മനസ്സുകളെ പിശാച് മോഷ്ടിച്ചു. ഈശോയെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ പോലും, ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് നേരം ഈശോയെ കുറിച്ച് ധ്യാനിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത വിധം മരവിപ്പിൻ്റെ മനുഷ്യരായിട്ട് നമ്മൾ മാറി. നമുക്കതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ആശീർവാദ വേളയിൽ പ്രാർത്ഥിക്കണം. നമുക്ക് വ്യക്തിപരമായിട്ടൊരു ഒരു പ്രയർ ടൈം, പേഴ്സണൽ പ്രയർ എന്നാണ് ആത്മീയ ഗുരുക്കന്മാർ അതിനെ പറയും, വ്യക്തിപരമായ പ്രാർത്ഥന. അത്തരത്തിലായിട്ടുള്ള ഒരു ടൈം നമുക്ക് ഉപയോഗിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.